ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് നത്തിങ് ഫോൺ 2A എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സോ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലോട്ട് പോകാം. ഇത് ഇത്തരത്തിലൊരു ചെറിയ ബോക്സിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കേസോ ചാർജറോ ഒന്നും വരുന്നില്ല. ഇതിൻ്റെ ഒറിജിനൽ കേസിന് 2700 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നത്തിങ്ങിൻ്റെ ഒറിജിനൽ കേസിന് നമുക്ക് 400-300 രൂപക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങാൻ സാധിക്കും. പക്ഷെ ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. നല്ല ലോക്കൽ സാധനമാണ് ഇത്. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇതിൻ്റെ ഒരു ഡിസൈനിലോട്ട് വരുമ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടതും പലർക്കും ഇഷ്ടപ്പെടാത്തതും ഈ ഒരു ഡിസൈൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീൽ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്നത് നത്തിങ് ഫോൺ 2A ആണെന്നുള്ളത് കാണുന്നവർക്കും മനസ്സിലാവും. അവരുടെ മുൻകാല മോഡലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നത്തിങ് ഫോൺ 1 ആണെങ്കിലും 2 ആണെങ്കിലും അതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സാംസങ്ങിൻ്റെയും OnePlus, ആപ്പിൾ ഇവരുടെ ഒന്നും കഥ ഞാൻ പറയുന്നുണ്ടല്ലോ. സോ അവരെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് ശരിക്കും നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല കേട്ടോ, എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ പ്ലാസ്റ്റിക് ആണ്, ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്, ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാമറ മൊഡ്യൂൾ ഇങ്ങനെ 2 കണ്ണുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും LED സ്ട്രിപ്പുകൾ 3 ഈ ഒരു ക്യാമറയ്ക്ക് ചുറ്റും വരുന്നുണ്ട്. കാണുമ്പോൾ ഈ ബാക്ക് ഗ്ലാസ് ആയിട്ട് തോന്നുമെങ്കിലും ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് തന്നെയാണ്. ഫ്രെയിമും അതേപോലെ മെറ്റൽ ഫിനിഷിലാണ് വരുന്നത്, മെറ്റലല്ല പ്ലാസ്റ്റിക് തന്നെയാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പീക്കർ ഗ്രില്ല്, അതേപോലെ തന്നെ ചാർജിങ് പോർട്ട്, സിം ട്രേ കാണാനായിട്ട് സാധിക്കും. 2 സിം ഇടാനായിട്ട് സാധിക്കും. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ വോളിയം റോക്കേഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് സാധാരണ ഇപ്പോൾ വരുന്നത് എല്ലാ ബട്ടൺസും റൈറ്റ് സൈഡിലാണ്, ഇതിൻ്റെ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. പവർ ബട്ടൺ റൈറ്റ് സൈഡിലാണ്. സോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ വരുന്നത്. ഒരു കംപ്ലൈൻറ്റ് ഉള്ളത് ഫിംഗർ പ്രിൻ്റ് അൺലോക്ക്, ആ ഒരു സെൻസർ അത് കുറച്ചും കൂടി മുകളിലായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നി. ഇത് ഭയങ്കരമായിട്ട് താഴോട്ട് വന്നു. പിന്നെ ബെസൽസ് കാര്യങ്ങളെല്ലാം യൂണിഫോമാണ്. ഈവൻ നത്തിങ് ഫോൺ 2 ഉണ്ടല്ലോ, അവരുടെ പ്രീമിയം ഫോൺ, ആ ഒരു ഫോണിനേക്കാളും നേരോ ബെസൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 190 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. ബാക്കും ഫ്രണ്ടൊക്കെ കർവ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോഴും ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടും അങ്ങനെ ഒരു വലിയൊരു സംഭവമാണ് കയ്യിലിരിക്കുന്നത് എന്നുള്ളത് തോന്നുന്നില്ല. ഇത് ആക്ച്വലി വലിയ ഫോണാണ് കേട്ടോ. 6.7 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ അത്രയും വലിയ ഫോണാണ്. 5000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു നോർമൽ യൂസ് ആണെങ്കിൽ 1.5-1.25 ദിവസം വരെ ഈ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്യും. വെറുതെ ഡ്രെയിൻ ആവുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിലൊന്നും കൂടി ചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ ഗെയിം കളിക്കുക, അത്രയും എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വരും. ആപ്പിൾ ഐപാഡിൻ്റെ കൂടെ കിട്ടിയ 25 വാട്ടിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ് ഞാനിത് ചാർജ് ചെയ്യുന്നത്. 0 to 100 ആവാനായിട്ട് ആ ഒരു 25 വാട്ടിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ താഴെ എടുക്കുന്നുണ്ട്. സോ ആ ചാർജിങ്ങിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഏരിയയിലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവും ഇല്ല, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 6.7 ഇഞ്ച് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കിടിലൻ ഡിസ്പ്ലേ ആണ് കേട്ടോ. ഈ ബെസലൊന്നും ഒട്ടും ഇല്ലാതെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 1100 നിറ്റ്സ് ആണെന്ന് തോന്നുന്നു സൺലൈറ്റ് വിസിബിലിറ്റി, ആ ഒരു അത്രയും ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട്. അതൊന്നും നോക്കണ്ട. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നാലും ഇരുട്ടത്ത് നിന്നാലും ഒക്കെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. കാരണം നല്ല കളർഫുള്ളായിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ലൈറ്റ് ഒരുപാട് കുറയുമ്പോൾ ആ ഒരു ഡിമ്മിങ്ങിൻ്റെ ഇഷ്യൂ കൊണ്ട് ഫ്ലിക്കറിംഗ് ഒക്കെ വന്നിട്ട് തലവേദന വരാതിരിക്കാനുള്ള ഒരു ടെക്നോളജി ഉണ്ടല്ലോ, PWM ഡിമ്മിങ് എന്ന് പറയുന്നത്, ആ ഒരു സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേയുടെ സൈഡിൽ പ്രത്യേകിച്ച് നെഗറ്റീവുകളൊന്നും പറയാനായിട്ടില്ല. നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയുടെ കൂടെ നമ്മളിതിൻ്റെ ഓഡിയോ കൂടി ചേർത്ത് പറയുമ്പോൾ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. താഴ്ന്ന് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് മോളിൽ നിന്ന് വരുന്ന ഈ ഒരു സൗണ്ടിനേക്കാൾ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ് മിക്കവാറും വരിക. സോ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നല്ലൊരു സ്റ്റീരിയോ എക്സ്പീരിയൻസ് ആണ് അവിടെ കിട്ടുന്നത്. അത്യാവശ്യം ലൗഡാണ്, അത്യാവശ്യം ചെറിയൊരു ബേസൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ പല ഫോണുകളും
നമുക്ക് മോണോ സ്പീക്കറാണ് തരുന്നത്. ആ ഒരു സ്ഥാനത്ത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം ലൗഡാണ്, അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ MediaTek Dimensity 7200 Pro എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ പ്രോ എന്താണെന്നുള്ളത് ഇതുവരെ മനസ്സിലായില്ല. നത്തിങ്ങിന് വേണ്ടി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഈ ഒരു റേഞ്ചിൽ വരുന്ന മറ്റ് പ്രോസസ്സറുകളുണ്ടല്ലോ, ഇപ്പോൾ 7200 Ultra, നോർമൽ 7200, പിന്നെ ഈ ഒരു പ്രോ എന്ന് പറയുന്നത് എല്ലാത്തിലും കിട്ടുന്ന AnTuTu സ്കോർ സെയിം തന്നെയാണ്, ഏകദേശം 7 ലക്ഷത്തിന് താഴെ. പിന്നെ ഇതിലും അത്ര തന്നെയാണ്, 6,90,000 ഇതിലെനിക്ക് കിട്ടിയത്. ഇതിൽ കൊടുത്തിരിക്കുന്ന കോറുകളുടെ എണ്ണവും സെയിം ആണ്. സോ ബിൽഡിലും മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം 4 നാനോമീറ്ററിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. വെറുതെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രോ എന്ന് ചേർത്തിരിക്കുന്നു അല്ലെങ്കിൽ അൾട്ര എന്ന് ചേർത്തിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് നത്തിങ് OS 2.5.3 ആണ് ഇതിൽ വരുന്നത്. ഫോൺ ഓൺ ആക്കിയ വഴിക്ക് തന്നെ ഏകദേശം ഒരു 600 MB സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കിട്ടി. അതിനുശേഷം 2 ദിവസം മുന്നേ ഒരു 70 MB ഒരു അപ്ഡേഷനും കിട്ടിയിട്ടുണ്ട്. സോ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ കാര്യങ്ങൾ ആ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ഫാൾട്ട് ലെജൻഡ് അടിപൊളിയായിട്ട് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള സ്റ്റക്കോ ഒരു ഗ്ലിറ്റേഴ്സോ ഒരു പ്രശ്നവും വരുന്നില്ല. സുഖമായിട്ട് വണ്ടി ഓടി പോകുന്നുണ്ട്. ഗ്രാഫിക്സ് ആണെങ്കിലും വലിയ മോശമായിട്ടൊന്നും തോന്നുന്നില്ല. നല്ല രീതിക്ക് തന്നെ അവിടെ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി പബ്ജിയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നും അവിടെ നോട്ടീസ് ചെയ്തില്ല. 60 FPS നമുക്ക് പബ്ജി കളിക്കാനായിട്ട് സാധിക്കുന്നത്. HDR അൾട്രയിലാണ് മാക്സിമം കളിക്കാൻ പറ്റുക. സോ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. ഇത് എത്ര തന്നെ നമ്മൾ വീഡിയോ എടുത്താലും ഗെയിം കളിച്ചാലും ഫോൺ ഹീറ്റ് ആവുന്നില്ല എന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഒരു നത്തിങ്ങിൻ്റെ നെക്ക് ബാൻഡ് പ്രോ എന്ന് പറയുന്ന വീഡിയോ ഈ ഒരു ഫോണിലാണ് 4K 30 ഫ്രെയിം/സെക്കൻഡ് റെക്കോർഡ് ചെയ്തത്. അതൊരു ഉച്ചയ്ക്ക് 11:30 സമയത്ത് വീടിന് പുറത്ത് നിന്നിട്ടാണ് ചെയ്തത്. ഫോൺ ഒട്ടും ഹീറ്റായില്ല എന്നുള്ളതാണ്, ചെറിയ രീതിക്ക് വാമായി എന്നല്ലാതെ ഒട്ടും ഹീറ്റായില്ല എന്നുള്ളത് വളരെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ. ഇനി നത്തിങ് OS 2.5 എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് ഫോണുകൾ, അതായത് നത്തിങ് ഫോൺ 2-ലും 1-ലൊക്കെ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ ഈ ഒരു ഗ്ലിഫ് കൊണ്ട് നമുക്ക് ഈ ഊബർ വരുന്നതും അതേപോലെ നമ്മളുടെ ടൈമർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ഈ ഒരു ലൈറ്റ് കൂടിയും കുറഞ്ഞിരിക്കും, ആ രീതിക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഈ ഫോൺ ഓണാക്കി വന്നപ്പോൾ ഒരു തരത്തിലുള്ള ആഡ്സോ റെക്കമെൻഡേഷനോ ബ്ലോട്ട്വെയർസോ ഒന്നും ഉണ്ടായിരുന്നില്ല. നത്തിങ്ങിൻ്റെയും ഗൂഗിളിൻ്റെ ആപ്പുകളല്ലാതെ ഒരു തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്സും ഇതിലുണ്ടായിരുന്നില്ല. സോ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പല ആപ്പുകളും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് വന്നില്ല. ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഹോട്ട്സ്റ്റാർ ആണെങ്കിലും പ്രൈം ആണെങ്കിലും എല്ലാം ആ ഒരു കളർഫുൾ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ആ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കളർഫുൾ തീമാണ് പലപ്പോഴും യൂസ് ചെയ്തിരുന്നത്. സോ അതിനിയും നന്നാവാനായിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് സിസ്റ്റം UI എല്ലായിടത്തും നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് അത് 90 ആയിട്ട് കുറയുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ 90 ആണ്, ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ 90 ആണ്, ഗൂഗിളിലെല്ലാം 120 കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ചെറിയൊരു പ്രശ്നം നോട്ടീസ് ചെയ്തു. എന്നാലും 90ക്ക് താഴെ ഒരു സ്ഥലത്തും പോകുന്നില്ല. അതായത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് ഉണ്ടല്ലോ, നോർമൽ ലൈഫിന്, അതിന് ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഈ സാംസങ് ഫോണുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ ഒരു ഫോണൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ വൈസ് കേട്ടോ, മറ്റു കാര്യങ്ങളൊന്നും നോക്കണ്ട, സോഫ്റ്റ്വെയർ വൈസ്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ സൈഡ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക്, ഫേസ് അൺലോക്ക് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് വൈബ്രേഷൻ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല, ഞാൻ ഒരിക്കലും നോക്കിയിട്ട് കണ്ടില്ല. എന്നാലും ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മോട്ടർ ഉണ്ടല്ലോ, നല്ലൊരു മോട്ടർ തന്നെയാണ്. ആ ക്യാമറ UI ഓപ്പൺ ചെയ്യുമ്പോൾ, റീസെൻ്റ് ആപ്സ് എടുക്കുമ്പോൾ, ഈവൻ ഗെയിം കളിക്കുന്ന ആ ഒരു ആസ്ഫാൾട്ടൊക്കെ കളിക്കുമ്പോൾ കാറാ തിരിയുന്ന സമയത്തൊക്കെ കിട്ടുന്ന ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. സോ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂവും വരുന്നില്ല. ഉള്ള സംഭവങ്ങൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. സോ പെർഫോമൻസിൻ്റെ സൈഡിൽ സോഫ്റ്റ്വെയറിൻ്റെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവും പറയാനായിട്ടില്ല. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു 5G ഡിവൈസാണ്. എയർടെലിൻ്റെ 5G സിമ്മാണ് ഞാനിതിൽ ഇട്ടിരുന്നത്. നമുക്ക് കോൾ വരുന്ന സമയത്ത് ഡിസ്കണക്റ്റ് ആവുക, ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഹീറ്റ് ആവുക, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രശ്നം ഞാൻ ഫേസ് ചെയ്തില്ല.
നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ സ്ലോ ആവുക, ഹീറ്റ് ആവുക അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇതിൽ വരുന്നില്ല. വൈഫൈയുടെ കാര്യത്തിലും അതേപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വൈഫൈ കോളിങ് കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. NFC വരുന്നുണ്ട്. സോ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് വരുന്നത്. ഹെഡ്ഫോണുകൾ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് നോക്കി, പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കേൾക്കാത്ത പ്രശ്നം, ഡിസ്കണക്റ്റ് ആവുന്ന പ്രശ്നം അതൊന്നും ഫേസ് ചെയ്തില്ല. വേണമെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് പറയാനുള്ളത് IR ബ്ലാസ്റ്റർ ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതല്ലാതെ കണക്ടിവിറ്റി സൈഡിൽ ഒരു നെഗറ്റീവും പറയാനായിട്ടില്ല. ഇനി നെഗറ്റീവ് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ക്യാമറ സൈഡ്. നമുക്ക് റിയർ സൈഡിൽ 2 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 2 50 മെഗാ പിക്സലിൻ്റെ, ഒരു വൈഡും ഒരു അൾട്രാ വൈഡും. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരേ സമയം ഒരേ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുത്തെന്ന് വിചാരിക്കുക, 2 ഫോട്ടോ ക്ലിക്ക് ചെയ്തെന്ന് വിചാരിക്കുക, രണ്ടും 2 അവസ്ഥയിലായിരിക്കും. അത് രണ്ടും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഡിഫറൻസ് ആയിരിക്കും രണ്ടും തമ്മിൽ. ഒരു തരത്തിലുള്ള കളർ കാലിബ്രേഷനും നടക്കുന്നില്ല. HDR ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. ഫേസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ലൈറ്റൊക്കെ അടിക്കുമ്പോൾ സോഫ്റ്റ് ടൈം ചെയ്ത് പോവുക, വേറെ കളറാവുക, ഒരു വെള്ളപ്പാണ്ടടിക്കുന്ന ഒരവസ്ഥ. ഇനി 10 ഫോട്ടോ എടുക്കുന്ന സമയത്ത് 1-2 ഫോട്ടോ നല്ലതായിട്ട് കിട്ടിയാൽ പറയാം കിട്ടിയെന്നുള്ളത്. പിന്നെ ഒരു ഫോട്ടോ എടുത്ത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒരു പ്രിവ്യൂ നോക്കണം എന്നുണ്ടെങ്കിൽ 2-3-4 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും അത് പ്രോസസ്സ് ചെയ്ത് വരാനായിട്ട്. സോ ക്യാമറയുടെ സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു സൈഡിൽ നത്തിങ് ഒരുപാട് പണിയെടുക്കാനുണ്ട്. ഇനി വീഡിയോയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് അവിടെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അവിടെ ഒന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു കളറ് കാര്യങ്ങളെല്ലാം ഒന്നും കൂടി നന്നാക്കാനായിട്ടുണ്ട്. നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. എത്ര തന്നെ സ്പീഡിൽ ഓടിയാലും അവിടെ സ്റ്റെബിലിറ്റിക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഇനി സെൽഫിയുടെ കാര്യത്തിലോട്ട് വന്നാലും ഫോട്ടോയുടെ കാര്യത്തിൽ സെയിം അവസ്ഥ തന്നെയാണ്. ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം റിയർ ക്യാമറയുടെ കാര്യത്തിലും സെൽഫിയുടെ കാര്യത്തിലും വരുന്നില്ല. കളറൊക്കെ എവിടെയോ നിൽക്കുന്നു, ഫേസിൻ്റെ ഒക്കെ ക്വാളിറ്റി എവിടെയോ നിൽക്കുന്നു. ഈവൻ പോർട്രേറ്റ് എടുത്താൽ പോലും, രണ്ടിലും ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ പോർട്രേറ്റ് എടുത്താൽ പോലും ഒരു തരത്തിലും അത് നമുക്ക് നല്ല രീതിക്കുള്ള ഫോട്ടോ ആണെന്നുള്ളത് ചിന്തിക്കാനേ സാധിക്കില്ല. സോ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആണ് ക്യാമറയുടെ സൈഡിൽ നിന്ന്, പ്രത്യേകിച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. ഇനി സെൽഫിയുടെ വീഡിയോ വരുമ്പോഴും അവിടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. നമുക്ക് അവിടെ ഫുൾ HDയിലാണ് മാക്സിമം എടുക്കാനായിട്ട് സാധിക്കുക. ഫുൾ HD 60 FPS ഉള്ള സെൽഫി വീഡിയോ ഔട്ട്പുട്ടാണ് നിങ്ങൾ കാണുന്നത്. കാലത്തൊരു 8 മണി സമയമാണ്. സോ നല്ല അടിപൊളി ലൈറ്റാണ്, അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ടുണ്ട്. ഈ ഒരു ഔട്ട്പുട്ടാണ് നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ സെൽഫി വീഡിയോ ഔട്ട്പുട്ടിൽ കിട്ടുക. നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണാണ് ഉപയോഗിക്കാൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ഫോൺ എടുക്കരുത്. ഒരു 1-2 മാസം കഴിയുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത്, കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ചെയ്ത്, നല്ല സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ വന്ന് ഒന്ന് സ്റ്റേബിൾ ആവുന്ന സമയത്ത്, ആ സമയത്ത് റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ എടുക്കുക. നിങ്ങൾക്ക് ആവശ്യം നല്ല ബാറ്ററി ലൈഫ്, നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, നല്ല പെർഫോമൻസ്, ജസ്റ്റ് കയ്യിൽ ആ ഒരു വെറൈറ്റി ഡിസൈനും കൂടി മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ഇതാണ് ഇതുവരെ ഈ ഒരു ഇത്രയും ദിവസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഫോൺ കിഡിലൻ ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ, പെർഫോമൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. പക്ഷേ ക്യാമറയിൽ കൊണ്ടുപോയിട്ട് കല ഉടയ്ക്കാന്ന് പറയില്ലേ, ആ ഒരു പരിപാടിയാണ് നത്തിങ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ മേഖലയും ഒന്നിനൊന്ന് മെച്ചാണ്. ഞാൻ പറഞ്ഞോന്നറിയില്ല, ഇതിൽ IP55-ൻ്റെയോ 4-ൻ്റെയോ റേറ്റിങ്ങും വരുന്നുണ്ട്. സോ അങ്ങനെ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെയും വരുന്നില്ല. അത്രയും കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ട് ക്യാമറയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ നത്തിങ് ഫോൺ 1 ആണെങ്കിലും 2 ആണെങ്കിലും ഇതിറങ്ങി പിന്നീട് ഒരുപാട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നതിന് ശേഷമാണ് ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലെവലിലോട്ട് എത്തിയത്. അതേപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്ന് വിചാരിക്കാം. കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.